ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ. അമ്മാ ബഅദ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന റജുലൻ അൽജഅ ശാതൻ വഹുവ യുഹിദ്ദു ശഫറതഹു ഫഖാല النبي صلى الله عليه وسلم أتريد أن تميتها موتات هلا أحدثت شفرتك قبل أن تلجئها റവാഹുൽ ഹാക്കിം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹാനായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന, പ്രത്യേകിച്ച് ഈ ഉലഹിയത്തിന്റെയൊക്കെ സന്ദർഭത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു തിരുവചനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതിന്റെ അർത്ഥം, മഹാനായിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം, നിശ്ചയം ഒരു വ്യക്തി ഒരാടിനെ അറുക്കുന്നതിന് വേണ്ടി അങ്ങനെ കിടത്തിയിരിക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ തന്റെ ആയുധം, തന്റെ കത്തി മൂർച്ച കൂട്ടുകയാണ്. അപ്പൊ അറക്കാൻ വേണ്ടി കിടത്തിയിട്ടുള്ള മൃഗത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ആയുധം മൂർച്ച കൂട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, അതുരീദു അൻ തുമീതഹാ മൗതാത്ത്, നീ അതിനെ പലതവണ മരിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണോ? ഹല്ലാ അഹ്ദത്ത ശഫറതക ഖബല അൻ തുൽജിഅഹാ, അതിനെ കടത്തുന്നതിന് മുമ്പ് നിന്റെ ആയുധം, നിന്റെ കത്തി നിനക്ക് മുറിച്ചു കൂട്ടിക്കൂടായിരുന്നോ? ഇത് ഇമാം ഹാക്കിം 7563 നമ്പറായിട്ട് ഉദ്ധരിക്കുകയും എന്നിട്ട് പറഞ്ഞു, വഖാല സഹീഹുൻ അലാ ശർത്തിൽ ബുഖാരിയു വവാഫഖഹു അദ്ദഹബിയു. ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡ പ്രകാരം ഇത് സഹീഹാണ്, സ്വീകാര്യയോഗ്യമാണ്. മഹാനായിട്ടുള്ള ഹാഫിദ് അദ്ദഹബി റഹിമഹുല്ല അതിനോട് യോജിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം അബ്ദുറസാഖ് അദ്ദേഹത്തിന്റെ മുസന്നഫിലും ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിലും ഇത് ഉദ്ധരിക്കുകയും ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല ഇത് സഹീഹാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹദീസിന്റെ പൊരുളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബലിമൃഗം, അറക്കാനുള്ള മൃഗം അതിനെ കടത്തിയിട്ട് അതിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഒരു കരുണയുമില്ലാതെ കത്തി മൂർച്ച കൂട്ടുക എന്നുള്ളത് അതിനെ പലതവണ മരിപ്പിക്കുന്ന, പലതവണ കൊല്ലുന്ന അതിന് സമാനമാണ് എന്നുള്ളതാണ്. ആ മൃഗത്തോടുള്ള ഒരു പീഡനമേൽപ്പിക്കലാണ് എന്നാണ്. അവിടെ നിന്ന് ചോദിച്ചു, ഇങ്ങനെ കടത്തുന്നതിന് മുമ്പ് നിന്റെ ഈ ആയുധം മൂർച്ച കൂട്ടിക്കൂടായിരുന്നോ എന്നുള്ളതാണ്. അതാണ് ഈ ബലിമൃഗം അതിനോട് ഒരിക്കലും തന്നെ ക്രൂരത കാണിച്ചുകൂടാ. അതിനോട് വാത്സല്യവും കാരുണ്യവും കാണിക്കണം എന്നുള്ളതാണ്. ആ ബലിമൃഗത്തിന്റെ പ്രയാസം കുറക്കുന്ന വിധത്തില് നല്ല മൂർച്ചയുള്ള ആയുധം ആദ്യമേ തയ്യാറാക്കിയിട്ട് വേണം അതിനെ അറക്കാൻ. ഇമാം മുസ്ലിം റഹിമഹുല്ല 1955 നമ്പറായിട്ട് കൊടുക്കുന്ന ഒരു വചനത്തിൽ കാണാം, ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ നിവേദനം ചെയ്യാണ്, സിൻതാനി, 2 സംഗതികൾ, ഹഫിൽതുഹുമാ, ഞാൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്, അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. എന്താണ് 2 കാര്യം? ഖാൽ, അവിടെന്ന് പറഞ്ഞു, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ, നിശ്ചയം അല്ലാഹു എല്ലാ സംഗതികൾക്കും നന്മ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഫൈദാ ഖതൽതും ഫഅഹ്സിനുൽ ഖത്ല, നിങ്ങൾ വല്ല ജീവിയെയും കൊല്ലുകയാണ് എങ്കിൽ നല്ല രൂപത്തിൽ വധിക്കുക. അതിനെങ്ങനെ പീഡിപ്പിച്ച് വളരെ ദ്രോഹിക്കുന്ന രൂപത്തിലല്ല, വളരെ പെട്ടെന്ന് വളരെ നല്ല രൂപത്തിൽ അതിനെ കൊല്ലുക എന്നുള്ളതാണ്. വഇദാ ദബഹ്തും, ഇനി നിങ്ങൾ അറവ് നടത്തുകയാണെങ്കിൽ ഫഅഹ്സിനു ദിബഹ്, ആ അറവ് ഏറ്റവും മാന്യമായ രൂപത്തിൽ, ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ നിർവഹിക്കുക. വലിയുഹിദ്ദ അഹദുകും ശഫറതഹു, ഓരോ ആളുകളും അവരുടെ ആയുധം, അവരുടെ കത്തി അത് മൂർച്ച കൂട്ടണം. അത് ആദ്യം തന്നെ ഒരുക്കി തയ്യാറാക്കി വെക്കണം. ഫലിയുരിഹ് ദബീഹതഹു, ആ ബലിമൃഗത്തിന്, അറവ് മൃഗത്തിന് ആശ്വാസം നൽകണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് മൃഗത്തോട് ക്രൂരത കാണിക്കാൻ പാടില്ല, മൃഗത്തോട് വാത്സല്യം കാണിക്കണം, കരുണ കാണിക്കണം. അതിനെ വലിയ രൂപത്തിൽ കൂടുതലായിട്ട് പ്രയാസപ്പെടുത്തരുത്. വളരെ വേഗം ജീവൻ പോകുന്ന വിധം മൂർച്ചയുള്ള ആയുധം കൊണ്ട് ഇസ്ലാം പറഞ്ഞതുപോലെ അറക്കുകയാണ് വേണ്ടത്. മൃഗത്തിന്റെ മുമ്പില്
വെച്ചുകൊണ്ട് കത്തി മൂർച്ച കൂട്ടുക എന്നുള്ള ദുഷ്പ്രവണത അത് അവസാനിപ്പിക്കുക തന്നെ വേണം എന്ന് മാത്രമല്ല, അത് കാരുണ്യത്തിനും വാത്സല്യത്തിനുമൊക്കെ വിപരീതമായിട്ടുള്ള വളരെ കഠിനമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, ഒരു സ്വഭാവമാണ്. അതുപോലെ ഒരു മൃഗത്തിന്റെ മുമ്പിൽ വെച്ച് മറ്റൊരു മൃഗത്തെ അറക്കുക. നിങ്ങൾ നോക്കൂ, അറുത്തിട്ട് ഒരു മൃഗത്തിന്റെ മുമ്പിൽ രക്തമൊഴുകുന്നുണ്ട്, അത് അറുത്ത് കിടക്കുന്നുണ്ട്. അത് കാണുന്ന വിധത്തിൽ രണ്ടാമത്തൊരു മൃഗത്തെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെ കൊണ്ടുവന്ന് അവയുടെ മുമ്പിൽ അറക്കുക, അതൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. വളരെ മാന്യമായിട്ടുള്ള ഒരു രീതി നമ്മൾ തുടരേണ്ടതുണ്ട്, നിർവഹിക്കേണ്ടതുണ്ട്. ഒരിക്കലും അറുത്തിട്ട ഒരു മൃഗത്തിന്റെ മുമ്പിൽ മറ്റൊരു മൃഗത്തെ അറുക്കുന്ന അത്തരം സ്വഭാവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ബലിമൃഗത്തിന് വേദനിക്കുന്ന, ക്രൂരമായിട്ടുള്ള, അതിനെ പീഡിപ്പിക്കുന്ന അത്തരം ദുസ്വഭാവങ്ങൾ അവസാനിപ്പിച്ചേ മതിയാവൂ. കാരണം പരിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം 32-ാം സൂക്തത്തിൽ പറയുന്നത്, ആ മൃഗങ്ങൾ, അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ, അവയെ ബഹുമാനിക്കുക എന്നുള്ളത് ഹൃദയങ്ങളിൽ നിന്നുള്ള, ഹൃദയാന്തരാളങ്ങളിൽ നിന്നുള്ള സൂക്ഷ്മതാ ബോധത്തിൽ നിന്നാണ് എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. ആ രൂപത്തിൽ മുന്നോട്ട് പോകുക. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.